Hi everyone, Business Buzzന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനി സീൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പൊതുവേ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ബിസിനസ്സുകളുടെ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ ഒരു സീലിൻ്റെ ആവശ്യം വരാറുണ്ട്. ഈ ഒരു കമ്പനി സീൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സീൽ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് പല ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലാസ്റ്റായിട്ട് സൈനിന് പകരമായിട്ടോ അല്ലെങ്കിൽ സൈനിൻ്റെ ഒപ്പമോ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ ഒരു സീൽ എന്ന് പറയുന്നത്. ഈ ഒരു സീൽ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒത്തൻറ്റിക് ആണെന്നുള്ളതും ഒരു സൈൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് പെട്ടെന്ന് മറ്റൊരാൾക്ക് റിപ്ലിക്കേറ്റ് ചെയ്തെടുക്കാനായിട്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള സീലുകൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് 2 മെമ്പേഴ്സോ അല്ലെങ്കിൽ മാക്സിമം 200 മെമ്പേഴ്സോ ആയിരിക്കും അതിനകത്തുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് കമ്പനിയുടെ തന്നെ നെയിമിൽ ഒരു സീൽ ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് 1 പേഴ്സൺ കമ്പനിയും തുടങ്ങാം. ഒരാൾക്ക് തന്നെ കമ്പനിയുടെ ഡയറക്ടറും അതിൻ്റെ സിംഗിൾ മെമ്പറും എല്ലാം ആവാവുന്ന ഒരു ഓപ്ഷനുണ്ട്. ഓൺലൈനായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ സെല് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ടെംപ്ലേറ്റുകളിലുള്ള ഒരു കാര്യമാണ് ലെറ്റർ ഹെഡിന് താഴെ കമ്പനി സീലും സൈനും വരുന്ന രീതിയിൽ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് കമ്പനി സീൽ ആവശ്യമായിട്ട് വരും. ഇതിന് പുറമേ നമ്മളിപ്പോൾ പുറത്തു നിന്നെല്ലാം പ്രൊഡക്ട്സ് നമ്മുടെ നാട്ടിലേക്ക് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് വിത്തിൻ ഇന്ത്യ തന്നെ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ് സ്റ്റാമ്പിൻ്റെ ആവശ്യമായിട്ട് വരുന്നതാണ്. അവരിത് പെർട്ടിക്കുലർലി മെൻഷൻ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീല് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള സ്റ്റാമ്പ്സ് അവൈലബിൾ ആണ്. സെൽഫ് ഇങ്കിങ് സ്റ്റാമ്പ്സ്, അതായത് ഇതുപോലെയുള്ള ഓൾറെഡി ഇങ്ക് നിറച്ചിട്ടുള്ള റബ്ബർ സ്റ്റാമ്പ്സ് അവൈലബിൾ ആണ്. ഇതിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേമിൻ്റെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കാം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഇതിന് പല രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലേത് വേണം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ കമ്പനിയുടെ നെയിമും അതുപോലെ തന്നെ അഡ്രസ്സും ആണ് മസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ വരുന്നത്. ഇത് പല ഷേപ്സിൽ അവൈലബിൾ ആണ്. സർക്കുലർ ഷേപ്പിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട സൈസിലും അതുപോലെ തന്നെ ഷേപ്പിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ കമ്പനി സീൽ ഏത് ടൈപ്പിൽ വേണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് സീലുകൾ അടിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അത് പ്രിഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പോ റെക്റ്റാങ്കിൾ ഷേപ്പോ ഒക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സീൽ ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കസ്റ്റം സ്റ്റാമ്പ്സ് ചെയ്ത് കൊടുക്കുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആ ഒരു ടെംപ്ലേറ്റ്, അതായത് ഇതുപോലെയുള്ള ഒരു ഫോമാറ്റ് ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനുശേഷം അത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരത് നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കലി തന്നെ നിങ്ങളുടെ ചുറ്റുഭാഗത്തൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ തന്നെ ഇതുപോലെയുള്ള സീൽസ് സ്റ്റാമ്പ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാമ്പ്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇതൊരു 1-2 ദിവസം എടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ഒരു സീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഇത് 3-4 ദിവസം വരെ എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രീ ഇങ്ക് അല്ലെങ്കിൽ സെൽഫ് ഇങ്ക് സ്റ്റാമ്പ്സിനൊക്കെ ഓൾറെഡി ഇങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ തവണയും ഇതുപോലെയുള്ള സ്റ്റാമ്പ് പാഡിൽ വെച്ചിട്ട് അടിച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പലതരത്തിലുള്ള സ്റ്റാമ്പ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവയാണ് ഈ കാണുന്ന ചിത്രത്തിലുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൽ ആദ്യം കാണുന്ന 3 ടൈപ്പിലുള്ള സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഇങ്ക് പാഡിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇതിനകത്തൊന്നും മഷിയില്ല. അപ്പോൾ മഷിക്കായിട്ട് നമുക്കൊരു സ്റ്റാമ്പ് പാഡ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഇതാണ് സ്റ്റാമ്പ് പാഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഇങ്ക് ഇല്ലാത്ത സ്റ്റാമ്പ്സ് നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് അത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം. ഈ ഒരു സ്റ്റാമ്പ് പാഡിന് ഏകദേശം 40 രൂപ 50 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഇങ്കിൽ മുക്കി കഴിഞ്ഞ് ഇത് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ. സ്റ്റാമ്പ് പാഡ്സ് നമുക്ക് പല കളേഴ്സിലും അവൈലബിൾ തന്നെയാണ്. ബ്ലൂയിലും റെഡിലും അതുപോലെ തന്നെ ബ്ലാക്കിലും നമുക്ക് കോമൺ ആയിട്ട് ലഭിക്കുന്നതാണ്.
മോസ്റ്റ്ലി ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിലൊക്കെ നമുക്ക് കാണുന്ന പോലെ ഇതുപോലെയുള്ള ഇങ്ക് സ്റ്റാമ്പ്സിൻ്റെ ഉപയോഗമായിരിക്കും അധികം ഉണ്ടാകുന്നത്. ഇതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളതനുസരിച്ചിട്ട് പ്രീ ഇങ്ക്ഡോ അല്ലെങ്കിൽ നോ ഇങ്ക് സീൽസോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനെല്ലാം പുറമെ ഇതുപോലെയുള്ള പോക്കറ്റ് സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ നിന്ന് ഇതിൻ്റെ റെഫറൻസ് എടുക്കാവുന്നതാണ്. അതിനുശേഷം സീൽസ് ചെയ്യുന്നവരെ അപ്രോച്ച് ചെയ്തിട്ട് അതേ ടൈപ്പിലുള്ള അല്ലെങ്കിൽ അതേ ഫോമാറ്റിലുള്ള സീൽസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ സീൽസ് ചെയ്യുന്നവരെ ഡയറക്റ്റ് സമീപിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കായിട്ടത് ചെയ്തു തരുന്നതാണ്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു നിശ്ചിത ഫോമാറ്റ് ഉണ്ടായിരിക്കും. കമ്പനി നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി നെയിം എന്ന് ഈ ചിത്രത്തിൽ കാണുന്നിടത്ത് നമ്മുടെ കമ്പനി നെയിം വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതൊരു സ്റ്റാമ്പ് ഫോമിൽ അല്ലെങ്കിൽ സീൽ ഫോമിൽ അവൈലബിൾ ആക്കുന്ന തരത്തിലുള്ള സെറ്റപ്പും ഇന്ന് അവൈലബിൾ ആണ്. ഇനി എത്ര രൂപയുടെ ചിലവാണ് ഇങ്ങനെയുള്ള ഒരു സീൽ ചെയ്തെടുക്കുന്നതിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്നുള്ളത് കൂടി പറയാം. ഏകദേശം 250 രൂപ മുതൽ 500-600 രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള സീൽസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഇതിൻ്റെ പ്രൈസസ് അന്വേഷിക്കുക എന്നുള്ളതാണ്, ബഡ്ജറ്റായിട്ട് നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.